വികസനത്തിന് ദിശാബോധം നൽകി നാലാമത് അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് തിരുവനന്തപുരത്ത് സമാപിച്ചു. വർഗീയതയും ഉദാരവൽക്കരണ നയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ മുഖമുദ്രയാണെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. രാജ്യത്തെ വർദ്ധിച്ചുവരുന്ന സാമൂഹ്യ സാമ്പത്തിക അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കാൻ ശക്തമായ നടപടികൾ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് അഴിമതി ഇല്ലാതാക്കാൻ ഭരണപരിഷ്കാര നടപടികൾ അനിവാര്യമാണെന്ന് അധ്യക്ഷനായിരുന്ന സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. BJP സർക്കാരിന് കീഴിൽ രാജ്യത്ത് സാമ്പത്തിക വളർച്ച കുറഞ്ഞുവെന്നും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണെന്നും പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാട്ടി. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണ്. ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ ഇടതുപക്ഷ സർക്കാരുകൾക്ക് ബദൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് നേട്ടമായെന്നും കാരാട്ട് പറഞ്ഞു. ദേശീയ സാഹചര്യം കണക്കിലെടുത്ത് കേരളത്തിൽ ബദൽ വികസനം നടപ്പാക്കാൻ അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് സഹായകരമാകും. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന സാമൂഹിക സാമ്പത്തിക അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ ശക്തമായ ഇടപെടൽ അനിവാര്യമാണ്. ഇതിന് രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള സർക്കാർ അധികാരത്തിൽ എത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. Unique feature of the present national political situation is this combination of neoliberalism and communism. It is a desperate quest by the ruling class of our country. സംസ്ഥാനത്ത് മുമ്പെങ്ങുമില്ലാത്ത വിധം അഴിമതി വർദ്ധിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അഴിമതി ഇല്ലാതാക്കാൻ ഭരണപരിഷ്കരണ നടപടികൾ അനിവാര്യമാണ്. UDF സർക്കാരിന് കീഴിൽ രാജ്യത്തെ മതനിരപേക്ഷത നഷ്ടമായി. മതശക്തികൾ ഭരണം നിയന്ത്രിക്കുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം. ഇതിനായി ശക്തമായ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തേണ്ടതുണ്ടെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. കേരള വികസനം സാധ്യമാകണമെങ്കിൽ മതനിരപേക്ഷ സമൂഹത്തിൽ അടിത്തറയുടെ മേലെ മാത്രമേ ഇവിടെ വികസനം ഉണ്ടാക്കാൻ കഴിയൂ. മതനിരപേക്ഷ അടിത്തറയിൽ വിള്ളലുണ്ടാക്കാൻ ശക്തമായ നീക്കം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് വേണം ഇവിടെ ബദൽ നയങ്ങൾക്ക് രൂപം കൊടുക്കാൻ. CPIM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ, MA ബേബി, NCP നേതാവ് ഉഴവൂർ വിജയൻ, കോൺഗ്രസ് S നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താൻ മാലിന്യ സംസ്കരണം വളർത്തണമെന്ന് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ്. ഇതിനായി സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണ കർമ്മ പരിപാടിക്ക് രൂപം നൽകണമെന്നും നിർദ്ദേശം ഉയർന്നു. നഗര ഗ്രാമ വ്യത്യാസങ്ങൾ ഇല്ലാതാകുന്ന കേരളത്തിൽ പരിസര മലിനീകരണം രൂക്ഷമാവുകയാണെന്ന് പഠന കോൺഗ്രസ് വിലയിരുത്തുന്നു. ഖരമാലിന്യ നിർമ്മാർജ്ജനവും വായു മലിനീകരണ നിയന്ത്രണവും മലിനീകരണത്തിനെതിരെയുള്ള ജനജാഗ്രതാ ബോധനവും ഉൾപ്പെടുന്ന വ്യാപകമായ പൊതുബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കണം. ഉറവിട മാലിന്യ സംസ്കരണം നിർബന്ധമാക്കണമെന്നും അജൈവ മാലിന്യങ്ങളുടെ സുരക്ഷിത നീക്കൽ ഉറപ്പാക്കണമെന്നും പഠന കോൺഗ്രസ് നിർദ്ദേശിക്കുന്നു. നമ്മൾ വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രശ്നമാണെന്ന് പറയുന്ന മാലിന്യം ഉപയോഗിച്ച് തന്നെ അതിനെ നമ്മൾ നല്ല രീതിയിൽ സംസ്കരിച്ചു കഴിഞ്ഞാൽ ഇതിനെ ജൈവവളമാക്കി മാറ്റി നമുക്ക് മണ്ണിലെത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മണ്ണിന്റെ ആരോഗ്യം വീണ്ടെടുത്ത് വലിയ ഒരു സാധ്യതയാണ് ഈ മാലിന്യം എന്ന് പറയുന്നത്. ജലമലിനീകരണവും വായു മലിനീകരണവും കേരളം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണെന്നും പഠന കോൺഗ്രസ് വിലയിരുത്തുന്നു. ഇത് തടയുന്നതിന് ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കണം. ഇതിനായി ജനകീയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണം. പ്ലാസ്റ്റിക് ഉപഭോഗം നിയന്ത്രിക്കുകയും പ്രകൃതിക്കിണങ്ങിയ പകര ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അതിലൂടെ ചെറുകിട തൊഴിൽ സംരംഭകർക്ക് ഉണർവ് നൽകാൻ കഴിയുമെന്നും വിലയിരുത്തലുണ്ടായി. മാലിന്യ സംസ്കരണ നിബന്ധനകൾ പാലിക്കാൻ തയ്യാറാകാത്തവരോ നടത്തിപ്പിൽ വീഴ്ച വരുത്തുന്നവരോ ആയ സ്ഥാപനങ്ങളുടെയും സംരംഭകരുടെയും പ്രവർത്തനം നിർത്തിവെക്കാനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകണമെന്നും പഠന കോൺഗ്രസ് ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാനേജിംഗ് ഡയറക്ടർമാരുടെ നിയമനത്തിന് പ്രൊഫഷണൽ റിക്രൂട്ടിംഗ് ബോർഡുകൾ രൂപീകരിക്കണമെന്ന് പഠന കോൺഗ്രസിൽ നിർദ്ദേശം. സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾക്കനുസരിച്ച് നിലപാടെടുക്കുന്ന ഡയറക്ടർ ബോർഡിന് സ്ഥാപനങ്ങളെ ലാഭകരമാക്കാനാകില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭരണത്തിൽ ജീവനക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നും പഠന കോൺഗ്രസിൽ നിർദ്ദേശമുയർന്നു. 2013-14 48 പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1279 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് പുനരുദ്ധാരണ നടപടികൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത മാനേജ്മെന്റ് സംവിധാനങ്ങൾ പുനഃസംഘടിപ്പിക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. ഭരണപരമായ കഴിവോ വൈദഗ്ധ്യമോ കണക്കിലെടുക്കാതെ സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി സ്ഥാപനം നയിക്കേണ്ടവരെ തെരഞ്ഞെടുക്കരുതെന്ന് നിർദ്ദേശമുയർന്നു. മാനേജിംഗ് ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നതിനും നിയമിക്കുന്നതിനും പ്രൊഫഷണൽ റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിക്കണം. ഡയറക്ടർ ബോർഡുകളിൽ പ്രൊഫഷണലുകളെ നിയോഗിക്കണം. 2013 മാർച്ചിൽ അവസാനിച്ച 5 വർഷ കാലയളവിൽ 19 കമ്പനികളിലെ മാനേജിംഗ് ഡയറക്ടർമാരെ 4 മുതൽ 8 തവണ വരെ സ്ഥലം മാറ്റി. 44 കമ്പനികളിൽ 20 എണ്ണത്തിന് കമ്പനി സെക്രട്ടറിമാർ ഉണ്ടായിരുന്നില്ല. 53 കമ്പനികൾ പരിശോധിച്ചപ്പോൾ 9 കമ്പനികൾക്ക് ഓഡിറ്റ് കമ്മിറ്റിയെ ഉണ്ടായിരുന്നില്ല.
ഈ സ്ഥിതിവിശേഷം ഗുരുതരമാണെന്നും വിലയിരുത്തലുണ്ടായി. ബോർഡുകളിൽ ജീവനക്കാരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്നത് ഉറപ്പാക്കണമെന്നും പഠന കോൺഗ്രസിൽ നിർദ്ദേശമുയർന്നു. വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാനേജിംഗ് ഡയറക്ടർമാർ, മാനേജ്മെന്റ് വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൂലധന താൽപര്യങ്ങൾക്കെതിരെ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു മാധ്യമ നയം രൂപീകരിക്കണമെന്ന് ആഗോള പഠന കോൺഗ്രസിൽ അഭിപ്രായം ഉയർന്നു. മാധ്യമ സാക്ഷരതാ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്നും മാധ്യമ നയത്തെപ്പറ്റിയുള്ള ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. പല കാര്യങ്ങളിലും നയമുള്ള സർക്കാരിന് മാധ്യമങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ ഒരു നയം രൂപീകരിക്കാൻ കഴിയാത്തത് നാണക്കേടാണെന്ന പൊതുവികാരമാണ് മാധ്യമ നയത്തെപ്പറ്റിയുള്ള ചർച്ച പങ്കുവച്ചത്. ഇന്നും കൊമേഴ്ഷ്യൽ ഷോപ്പ് ആക്ട് അനുസരിച്ചാണ് ദൃശ്യമാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ നയം രൂപീകരിച്ചതുകൊണ്ട് മാത്രം ഇതിന് പരിഹാരമാകുമോ എന്ന ചോദ്യങ്ങളും വേദിയിൽ ഉയർന്നു. സർക്കാർ ഉടമസ്ഥതയിൽ മീഡിയ സിറ്റി ആരംഭിക്കണമെന്നും മാധ്യമ സാക്ഷരത പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു. ദൃശ്യമാധ്യമങ്ങളുടെ പൂർണ്ണമായ ഉള്ളടക്കം പകർത്തി ഭാവി തലമുറയ്ക്കായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശങ്ങളും ഉണ്ടായി. അറിയിക്കാനുള്ള മാധ്യമ ഉടമയുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തിലേക്ക് മാറുന്നതാവണം വരാൻ പോകുന്ന സർക്കാരിൻ്റെ മാധ്യമ നയമെന്നും ചർച്ചയിൽ അഭിപ്രായങ്ങൾ ഉയർന്നു. സർവീസ് ടാക്സ് വിഷയത്തിൽ അച്ചടി മാധ്യമങ്ങൾക്ക് ഒരു നയവും ദൃശ്യമാധ്യമങ്ങൾക്ക് മറ്റൊരു നയവുമാണുള്ളതെന്നും ഇത് മാറേണ്ടതല്ലേ എന്നും ചോദ്യങ്ങൾ ഉയർന്നു. അടിമകളെ സൃഷ്ടിക്കുന്ന വാർത്താ മുതലാളിത്തം അവരുടെ അടിമ കലാപങ്ങളെയും നേരിടേണ്ടി വരുമെന്ന പൊതുവികാരവും ചർച്ചയിൽ പങ്കെടുത്തവർ പങ്കുവച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NB ചന്ദ്രശേഖരൻ വിഷയാവതരണവും, പ്രഭാവർമ്മ, ഡോക്ടർ സുഭാസ്റ്റൻ പോൾ, NP രാജേന്ദ്രൻ, C ഗൗരിദാസൻ നായർ, MG രാധാകൃഷ്ണൻ, MV നികേഷ് കുമാർ, PM മനോജ്, വീണ ജോർജ് എന്നിവരും പങ്കെടുത്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ RS ബാബു മോഡറേറ്ററായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPCC പ്രസിഡന്റ് VM സുധീറിനെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മൂന്നാം ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് സുധീറിന്റെ ശ്രമമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. DCCകളിൽ യോഗ്യതയില്ലാത്തവരെ തിരികെ കയറ്റിയെന്നും സുധീറിന്റെ ജനരക്ഷാ യാത്രയിൽ നിന്ന് വിട്ടുനിന്നത് മനഃപൂർവ്വമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അതേസമയം മറ്റെന്തെങ്കിലും കാരണത്താലാകും മുല്ലപ്പള്ളി ജനരക്ഷാ യാത്രയിൽ പങ്കെടുക്കാത്തതെന്നും വിശദീകരണം തേടിയില്ലെന്നും സുധീരൻ പറഞ്ഞു. സോണിയാഗാന്ധിയുടെ വരവോടെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് വരുത്തി തീർത്ത് KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനരക്ഷായാത്ര കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് നിന്നും ആരംഭിച്ചത്. ജാഥ മലബാർ മേഖല പിന്നിടുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് കടക്കുകയാണ്. ജാഥയിൽ സ്ഥലത്തെ MLAയോ MPയോ വേണമെന്ന KPCCയുടെ കർശന നിർദ്ദേശം അവഗണിച്ച് സ്ഥലത്തെ MP-യായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുക്കാത്തതാണ് കോൺഗ്രസിൽ പുതിയ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. താൻ മനഃപൂർവ്വം തന്നെയാണ് യാത്രയിൽ നിന്ന് മാറുന്നത് എന്നും കോൺഗ്രസിൽ സുധീരൻ ഗ്രൂപ്പ് ഉണ്ടാക്കലാണ് യാത്രയുടെ ലക്ഷ്യം എന്ന വിമർശനവുമായാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഒന്നിനും കൊള്ളാത്തവരെയും യോഗ്യതയില്ലാത്തവരെയും DCCയിൽ തിരികെ കയറ്റിയെന്നും പുനഃസംഘടനയിൽ പൂർണ്ണമായ അവഗണനയാണ് ഉണ്ടായിരിക്കുന്നതെന്നും ശക്തമായ ഭാഷയിൽ മുല്ലപ്പള്ളി പ്രതികരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ മുല്ലപ്പള്ളിയുടെ പ്രതികരണത്തോടെ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരിക്കെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സുധീരന്റെ യാത്രയിൽ നിന്നും മാറി നിന്നത്. എന്നാൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാകാം മുല്ലപ്പള്ളി രാമചന്ദ്രൻ യാത്രയിൽ നിന്നും വിട്ടുനിന്നതെന്നും മുല്ലപ്പള്ളിയോട് KPCC വിശദീകരണം തേടില്ലെന്നുമാണ് VM സുധീരന്റെ നിലപാട്. തെറ്റായ വാർത്തയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. VM സുധീറിനെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ വിമർശനം വലിയ പ്രതിസന്ധിയായിരിക്കും കോൺഗ്രസിൽ ഇനി സൃഷ്ടിക്കുക. മേഘമാധവൻ, കോഴിക്കോട്. മന്ത്രി KP മോഹനൻ KPCC പ്രസിഡന്റ് VM സുധീറിനുമായി കൂടിക്കാഴ്ച നടത്തി. വടകര ഗസ്റ്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. അതേസമയം KP മോഹനുമായി നടത്തിയത് സൗഹൃദ സംഭാഷണമെന്നും രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്നും സുധീരൻ വ്യക്തമാക്കി. ഇല്ല, യാദൃച്ഛികമായി വന്നതാണ്. അദ്ദേഹം യാത്രാവേളയിൽ ഇവിടെ വന്നപ്പോൾ ഞാനുണ്ടെന്ന് അറിഞ്ഞതല്ലാതെ അതിൽ തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇവിടെ വന്നപ്പോഴാണ് ഞാനിവിടെ ഉണ്ടെന്ന് അറിയുന്നത്. കണ്ടു എന്നല്ലാതെ അസാധാരണമായിട്ടൊന്നുമില്ല. ജനതാദൾ യു പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റവും ബഹളവും. മുന്നണി മാറ്റം സംബന്ധിച്ച തർക്കമാണ് ബഹളത്തിനിടയാക്കിയത്. സംസ്ഥാന നേതൃത്വത്തിനൊപ്പം നിൽക്കാൻ ജില്ലാ കൗൺസിൽ തീരുമാനിച്ചു. JDUവിന്റെ നിർണായക സംസ്ഥാന കൗൺസിൽ ചേരാനിരിക്കെയാണ് പാർട്ടിക്കുള്ളിൽ മുന്നണി മാറ്റത്തെക്കുറിച്ച് ചേരിപ്പോര് രൂക്ഷമാവുന്നത്. പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റവും വലിയ ബഹളവും ഉണ്ടായി.
UDF-ൽ തുടരണമെന്ന് വാദിക്കുന്നവരാണ് യോഗത്തിൽ ബഹളം വെച്ചത്. തങ്ങളെ യോഗത്തിലേക്ക് വിളിച്ചില്ലെന്ന് ഇവർ ആരോപിച്ചു. അഡ്വക്കേറ്റ് ജോൺ ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു ബഹളം. കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള വലിയ വിഭാഗം പ്രവർത്തകർ JDS-ലേക്ക് മടങ്ങിയ ശേഷം A. ഭാസ്കരൻ അധ്യക്ഷനായുള്ള താൽക്കാലിക സംവിധാനമാണ് പാലക്കാട്ട് പ്രവർത്തിക്കുന്നത്. യോഗത്തിനെത്തിയ ചാരുപ്പാറ രവി ഇടപെട്ടാണ് യോഗ നടപടികൾ തുടങ്ങിയത്. UDF വിടണമെന്ന അഭിപ്രായം യോഗത്തിലുണ്ടായി. സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനത്തോടൊപ്പം പാലക്കാട് ജില്ലാ ഘടകം നിൽക്കുമെന്ന് ചാരുപ്പാറ രവി പറഞ്ഞു. കേട്ടില്ല. പാലക്കാട് നിലപാടെന്നാണ്? പാലക്കാട് ജില്ലയിൽ നിലപാടില്ല. പാലക്കാട് സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുക. അത് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാൽ. പാലക്കാട്ടെ വീരേന്ദ്രകുമാറിന്റെ തോൽവിക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലും കനത്ത തോൽവിയാണ് ജില്ലയിൽ JDU-വിന് ഉണ്ടായത്. DCC നിലപാടിനൊപ്പം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും വീരേന്ദ്രകുമാറിന്റെ തോൽവിക്ക് കാരണമായെന്ന് യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്താൻകോട് ഭീകരാക്രമണത്തിൽ പാക് ബന്ധം സ്ഥിരീകരിച്ച NIA. ഉസ്താദ് എന്ന പേരിൽ ഭീകരർ പാകിസ്ഥാനിൽ വിളിച്ചത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിനെ തന്നെയെന്ന് റോ കണ്ടെത്തി. ഫോൺ കോൾ വിശദാംശങ്ങൾ അടക്കമുള്ള കൂടുതൽ തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറി. അതേസമയം ഗുർദാസ്പൂർ SP സൽബീന്ദർ സിംഗിന് ISI ബന്ധമുണ്ടെന്ന് NIA-ക്ക് വിവരം ലഭിച്ചു. ഗുരുദാസ്പൂർ SP-യുടെ അടക്കം ഫോണിൽ നിന്ന് ഭീകരർ ഉസ്താദ് എന്ന് അഭിസംബോധന ചെയ്താണ് പാകിസ്ഥാനിലേക്ക് വിളിച്ചത്. ഈ ഉസ്താദ് ജെയ്ഷെ മുഹമ്മദ് തലവനും ഇന്ത്യ വിട്ടയച്ച കൊടും കുറ്റവാളിയുമായിരുന്ന മൗലാന മസൂദ് അസർ തന്നെയെന്ന് റോ സ്ഥിരീകരിച്ചു. 5 ഫോൺ കോളുകൾ വിവിധ നമ്പറുകളിൽ നിന്ന് ഭീകരർ വിളിച്ചത് ജെയ്ഷെ മുഹമ്മദ് താവളത്തിലേക്കെന്നും സംസാരിച്ചത് മസൂദ് അസർ തന്നെയെന്നും റോ NIA-ക്ക് വിവരം നൽകി. ഈ ഫോൺ കോൾ വിശദാംശങ്ങളടക്കം ഇന്ത്യ പാകിസ്ഥാന് തെളിവുകൾ കൈമാറി. അതേസമയം ഗുരുദാസ്പൂർ SP സൽബീന്ദർ സിംഗിന് ISI ബന്ധമുണ്ടെന്ന് NIA-ക്ക് വിവരം ലഭിച്ചു. തിങ്കളാഴ്ച നുണപരിശോധനയ്ക്ക് വിധേയനാക്കി SP-യെ NIA തന്നെ കസ്റ്റഡിയിൽ വയ്ക്കും. ഇന്ത്യ നൽകിയ തെളിവുകളിൽ ശരിയായ അന്വേഷണം പാകിസ്ഥാൻ നടത്തണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കിർബി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. പത്താൻകോട് ഭീകരാക്രമണത്തിലെ ഭീകരർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കണമെന്ന് ചൈനയും പാകിസ്ഥാനോട് വ്യക്തമാക്കി. എന്നാൽ പാകിസ്ഥാന് ആക്രമണത്തിൽ പങ്കില്ലെന്നും ലഭിച്ച തെളിവുകളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊറിയൻ അതിർത്തിയിൽ യുദ്ധഭീതി ഉയർത്തി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ. ഉത്തര കൊറിയൻ അതിർത്തിയോട് ചേർന്നാണ് അമേരിക്കയുടെ സൈനിക വിന്യാസം. നേരത്തെ ഉത്തര കൊറിയയുടെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണ വാർത്ത പുറത്തു വന്നതോടെ ഇരു കൊറിയകളും തമ്മിലുള്ള ബന്ധത്തിൽ വീണ്ടും ഉലച്ചിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ പുതിയ നീക്കം. ഉത്തര കൊറിയൻ അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ വൊസാനിലാണ് അമേരിക്കയുടെ B-52 യുദ്ധവിമാനങ്ങൾ സൈനികാഭ്യാസം നടത്തിയത്. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളാണിവ. ഉത്തര കൊറിയയുടെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണത്തിന് മറുപടിയായാണ് അമേരിക്കയുടെ സൈനികാഭ്യാസം. നേരത്തെ ആണവ പരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ദക്ഷിണ കൊറിയ അമേരിക്കയുടെ സൈനിക സഹായം ആവശ്യപ്പെട്ടിരുന്നു. ദക്ഷിണ കൊറിയയുടെ സുരക്ഷിതത്വം തങ്ങൾക്ക് പ്രധാനമാണെന്നായിരുന്നു സൈനിക വിന്യാസത്തെക്കുറിച്ച് അമേരിക്കയുടെ പ്രതികരണം. അമേരിക്കയെ പ്രതിരോധിക്കാനാണ് തങ്ങളുടെ ആണവ പരീക്ഷണമെന്ന് ഉത്തര കൊറിയയും വ്യക്തമാക്കിയിരുന്നു. ചൈനയും റഷ്യയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഉത്തര കൊറിയയുടെ നടപടിയെ അപലപിച്ച് രംഗത്തെത്തുകയും ചെയ്തു. അതിനിടെ UN സുരക്ഷാ കൗൺസിൽ ചേർന്ന് ഉത്തര കൊറിയയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ ആവശ്യം സജീവമാക്കി BJP. രാമക്ഷേത്ര നിർമ്മാണ ആവശ്യം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുക്കണമെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ആവശ്യപ്പെട്ടു. രാജീവ് ഗാന്ധി രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണ നൽകിയിരുന്നുവെന്ന സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ സമാജ്വാദി പാർട്ടി BJP-യെ വെല്ലുവിളിച്ചു. അതേസമയം രാമക്ഷേത്ര നിർമ്മാണ ആവശ്യം സെമിനാർ ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാനായി അടച്ചുപൂട്ടാൻ തീരുമാനിച്ച റെയിൽവേ സ്റ്റേഷൻ നിലനിർത്താൻ ജപ്പാനിലെ സർക്കാർ തീരുമാനിച്ചു. ഹൊക്കൈദോ ദ്വീപിലെ നഷ്ടത്തിലായിരുന്നു ടാമികാമി ഷിറാട്ടാക്കി റെയിൽവേ സ്റ്റേഷനാണ് സ്ഥിരം യാത്രക്കാരിയായ വിദ്യാർത്ഥിയുടെ സൗകര്യത്തിനായി നിലനിർത്താൻ തീരുമാനിച്ചത്. ഇത് ജപ്പാനിലെ കാമി ഷിറാട്ടാക്കി റെയിൽവേ സ്റ്റേഷൻ. ജാപ്പനീസ് റെയിൽവേ 3 വർഷം മുമ്പ് നിർത്തലാക്കാൻ തീരുമാനിച്ച പുരാതന സ്റ്റേഷൻ. ഏറെ ഉൾപ്രദേശത്തുള്ള ഈ സ്റ്റേഷൻ കൊണ്ട് റെയിൽവേക്ക് നഷ്ടമല്ലാതെ ഒരു ലാഭവുമില്ല. ഈ സാഹചര്യത്തിലാണ് ഹൊക്കൈഡോ ദ്വീപിലുൾപ്പെട്ട ഈ റെയിൽവേ സ്റ്റേഷൻ ഉപേക്ഷിക്കുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ റെയിൽവേ അധികൃതർ ഈ റൂട്ടിൽ ഒരു പരിശോധന നടത്തി. കാമി ഷിറാട്ടാക്കി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിവായി യാത്ര ചെയ്യുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനി അങ്ങനെ റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ സ്റ്റേഷൻ ഉപേക്ഷിച്ചാൽ അതോടെ ഈ കുട്ടിയുടെ പഠിത്തം മുടങ്ങും.
കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പരമപ്രാധാന്യം നൽകുന്ന ജാപ്പനീസ് സർക്കാർ എത്ര നഷ്ടം സഹിച്ചാലും ഈ റെയിൽവേ സ്റ്റേഷൻ ഉപേക്ഷിക്കേണ്ടതില്ല എന്ന ധീര തീരുമാനമെടുത്തു. അങ്ങനെ ഈ പെൺകുട്ടിക്ക് സ്കൂളിൽ പോകാനായി സൈറൺ മുഴങ്ങി എന്നും രാവിലെ ട്രെയിൻ വന്നു നിൽക്കുന്നു. വൈകിട്ട് അവളെയും കൊണ്ട് തിരികെ എത്തുകയും ചെയ്യുന്നു. അവളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലം പിന്നീട് വരെയും ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഉണ്ടാകും. വീട്ടുകാരറിയാതെ ഒറ്റയ്ക്ക് അയ്യപ്പനെ തേടിയിറങ്ങിയ 15 വയസ്സുകാരൻ ശബരിമലയിൽ. കർണാടക സ്വദേശി പുനീത് കുമാറാണ് 700 കിലോമീറ്റർ താണ്ടി സന്നിധാനത്തെത്തിയത്. പോലീസ് നൽകിയ വിവരമനുസരിച്ച് ബന്ധുക്കൾ വന്ന് പുനീത് കുമാറിനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വ്യാഴാഴ്ച മുതൽ സന്നിധാനത്തും പരിസരത്തും അലഞ്ഞുതിരിഞ്ഞു നടക്കുമ്പോഴാണ് പുനീത് കുമാർ സുരക്ഷാ സൈനികരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്വേഷിച്ചപ്പോൾ കർണാടകയിൽ നിന്നും ഒറ്റയ്ക്ക് ശബരിമല ദർശനത്തിനെത്തിയതാണെന്ന് പറഞ്ഞു. തുടർന്ന് സന്നിധാനം പോലീസ് സ്റ്റേഷനിലെത്തിച്ച ദ്വിഭാഷിയുടെ സഹായത്തോടെ കൂടുതൽ ആരാഞ്ഞപ്പോഴാണ് പുനീത് മനസ്സു തുറന്നത്. ദൊഡ്ഡബല്ലാപുരം സ്വദേശിയായ ഈ 15 വയസ്സുകാരൻ 3 ആഴ്ച മുമ്പ് അമ്മാവനും സഹോദരങ്ങൾക്കുമൊപ്പം ശബരിമലയിലെത്തിയിരുന്നു. ദർശനത്തിന് ശേഷം നാട്ടിലെത്തിയ പുനീത് ബുധനാഴ്ച രാവിലെ ആരോടും പറയാതെ വീട് വിട്ടിറങ്ങി. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പുനീത് ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ കൊടുത്ത 300 രൂപയുമായി ബംഗളൂരുവിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് ട്രെയിൻ കയറുകയായിരുന്നു. തുടർന്ന് ബസ്സിൽ പമ്പയിലെത്തി ശബരിമലയിലേക്ക് വന്നു. 2 ദിവസം സന്നിധാനം സ്റ്റേഷനിലെ പോലീസുകാരാണ് പുനീതിന് ഭക്ഷണവും താമസിക്കാൻ ഇടവും നൽകിയത്. സന്നിധാനം SI B വിനോദ് കുമാർ 3 ആഴ്ച മുമ്പ് ഇവിടെ തന്നെ തൊഴാൻ വന്നതാണ്. അന്ന് തൊഴുതതിൻ്റെ ഒരു ഭക്തി കുറച്ചുകൂടെ ആയതാണെന്ന് തോന്നുന്നു. കുട്ടി ഒന്നുകൂടെ തൊഴാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. നമ്മൾ ചെയ്യുന്നതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയും. കാരണം ഞങ്ങളിത് ആദ്യമായി അവരെ അറിയിച്ചപ്പോൾ ശബരിമലയാണ് എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാർക്ക് നല്ല സന്തോഷമായി. പുനീതിനെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ ദൊഡ്ഡബല്ലാപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതാണ് ബന്ധുക്കളെ വേഗത്തിൽ കണ്ടെത്താൻ സന്നിധാനം പോലീസിന് സഹായകമായത്. കഴിഞ്ഞ ദിവസം അമ്മാവനും ബന്ധുക്കൾക്കുമൊപ്പം പുനീതിനെ നാട്ടിലേക്ക് അയച്ചു. അയ്യപ്പ ചരിതത്തിന്റെ CD-യും ത്രിമാന ചിത്രങ്ങളും സമ്മാനമായി നൽകിയാണ് പുനീതിനെ പോലീസുകാർ യാത്രയാക്കിയത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.